ഇനി വിദേശ വാർത്തകളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം ഉണ്ടായി. രണ്ടാമത്തെ കപ്പലും ഒരു മുക്കി 4 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഈ അവസരത്തിൽ പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. അത്യാവശ്യം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയൊക്കെ നനഞ്ഞോ? ഇല്ല. ഓക്കെ, ഉറക്കമൊന്നും പോയിട്ടില്ല. യുദ്ധങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന 2-3 പേരിൽ ഒരാൾ പി ജെയിംസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, അത് തീരണമെന്നാണ് ആഗ്രഹം. ഇന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ചെങ്കടലിലേക്ക് പോയാൽ യെസ്, തീർച്ചയായിട്ടും എസ് കെ. ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 21 മാസമായി. അതിനിടയിൽ പല മേഖലകളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൂതികൾ വീണ്ടും ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ചെങ്കടലിൽ, പ്രത്യേകിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട മേഖലയിൽ ഇടുങ്ങിയ കടലിടുക്കിന് അടുത്തൊക്കെ വലിയ ആക്രമണമാണ് ഹൂതികൾ അയച്ചുവിടുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കപ്പൽ ഇറ്റേണിറ്റി എന്ന കപ്പൽ മുക്കിയിരിക്കുന്നു. ആദ്യത്തെ കപ്പൽ മാജിക് സീസ് ആണ്. അപ്പോൾ 2 കപ്പലുകളാണ് അടുത്ത ദിവസങ്ങളായിട്ട് മുങ്ങിയത്. അതിൽ രണ്ടാമത്തെ കപ്പൽ അത് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള കപ്പലാണ്. ലൈബീരിയൻ ഫ്ലാഗാണുള്ളത്. അതിൽ 21 ജീവനക്കാരുണ്ടായിരുന്നു. ഒരാൾ റഷ്യനാണ്. 21 പേർ ഫിലിപ്പീനോകളാണ്. അതിൽ 4 പേർ ഈ ആക്രമണത്തിൽ ഗ്രനേഡുകളും ഡ്രോണുകളും ഡ്രോണുകളും വെച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. അതിൽ 4 പേർ കൊല്ലപ്പെട്ടു. പക്ഷേ എസ് കെ 15 പേരെ കാണാനില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ മണിക്കൂറുകളിൽ വരുന്ന പ്രധാന വാർത്ത. ഇവരുടെ ആക്രമണം ഉണ്ടായപ്പോൾ 15 പേർ വെള്ളത്തിലേക്ക് ചാടിയെന്ന് പറയുന്നു. അതിൽ കുറേ പേരെ ഈ ഹൂതികൾ പിടിച്ചുകൊണ്ടുപോയെന്നും ചിലരെ കൊലപ്പെടുത്തിയെന്നും ചിലർ മുങ്ങിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും യഥാർത്ഥ കണക്ക് വ്യക്തമല്ല. 15 പേരെ കാണാതായിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൂതികൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 200ഓളം കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെയാണ് ഈ ഹൂതികളുടെ ഒരു ആക്രമണം നടക്കുന്നത്. യമനിലെ ഒരു ഭാഗം അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഷിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. പക്ഷേ വലിയ ഫൈറ്റേഴ്സാണ് അവർ. ഇസ്രായേലും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ ആക്രമണത്തെ ചെറുത്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ എന്തായാലും ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ യമനിലെ ഹൂതികൾ കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് ഈ മണിക്കൂറുകളിൽ നടത്തിയിട്ടുള്ളത്. നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ട് വാർത്തകൾ വരുന്നു. ഇതിനിടയിൽ എസ് കെ എൻ ഈ ട്രംപ് വെടിനിർത്തലിനെ കുറിച്ച് പറഞ്ഞു, ഇസ്രായേൽ പറഞ്ഞു, ഹമാസ് ഏതാണ്ട് തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഒരു കുറവുമില്ലെന്ന് മാത്രമല്ല, ഈ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 105 പേർ വധിക്കപ്പെട്ട പലസ്തീനികൾ അവരെ കൊലപ്പെടുത്തിയെന്ന വാർത്ത ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗസ ഇപ്പോഴും പുകയുകയാണ്. എന്ന് മാത്രമല്ല, തെക്കൻ ഗസയിലെ റഫയിലേക്ക് മുഴുവൻ ആൾക്കാരും മാറണം. അതൊരു ജീവകാരുണ്യപരമായ പ്രദേശമായിരിക്കും, അവിടെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 23 ലക്ഷം പേരാണ് ഗസയിലുള്ളത്. 23 ലക്ഷം പേര് റഫയിലേക്ക് ചുരുങ്ങിക്കൂടുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. അവിടെ അല്ലെങ്കിൽ തന്നെ ആക്രമണം നടത്തി തകർത്തിരിക്കുകയാണ്. അത് ഈജിപ്തിൻ്റെ അടുത്തുള്ള അതിർത്തി പ്രദേശത്താണ് ഈ റഫ നഗരമുള്ളത്. എസ് കെ. അപ്പോൾ അവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ അവിടുന്ന് ചർച്ചകൾ നടത്തി. ഇസ്രായേലി പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇതുവരെ ധാരണയായിട്ടില്ല. എസ് കെ. ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് റഷ്യ യുക്രൈനിൽ വ്യാപകമായ ആക്രമണം നടത്തിയെന്നാണല്ലോ. 728 ഡ്രോണുകൾ വരെ ഉപയോഗിച്ചു, യുക്രൈൻ തിരിച്ചടിച്ചു എന്നും വാർത്ത വരുന്നുണ്ട്. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? എസ് കെ എൻ, ട്രംപ് വലിയ രീതിയിൽ പുടിനെതിരെ, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ അതിശക്തമായ ഭാഷയിൽ വിമർശനം പറഞ്ഞതിന് പിന്നാലെയാണ് ഏതാണ്ട് ട്രംപിന് മറുപടി എന്നോണം 728 ഡ്രോണുകളും നിരവധി ബാലിസ്റ്റിക് മിസൈലുകളുമായി റഷ്യ ഒരു വൻ ആക്രമണം ഉക്രൈനിൽ നടത്തിയിരിക്കുന്ന. പല പ്രദേശങ്ങളിലായി നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ കണക്കുകളൊക്കെ വരുന്നതേ ഉള്ളൂ. എന്തായാലും തിരിച്ചടിയായി യുക്രൈൻ റഷ്യൻ അതിർത്തിയിലുള്ള ക്രിസ്ക് മേഖലയിൽ കയറി യുക്രൈൻ സേന പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. അവിടെ 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പരസ്പരം ആക്രമണം തുടരുകയാണ്. ഇതിനിടയിൽ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായി ലിയോ 14 മാർപ്പാപ്പ രംഗത്ത് വന്നിട്ടുണ്ട്. വത്തിക്കാൻ അല്ലെങ്കിൽ റോം അതിൻ്റെ പ്രധാനപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾക്കുള്ള സ്ഥലമായി നിശ്ചയിക്കാമെന്നും പറയുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് റഷ്യ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും വ്ളാഡിമിർ സെലൻസ്കി റോമിലുണ്ട്. മാർപ്പാപ്പയുടെ പ്രതിനിധികളുമൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ ചർച്ച അമേരിക്ക മധ്യസ്ഥം വഹിക്കാമെന്ന് പറഞ്ഞു. ട്രംപിൻ്റെത് കേൾക്കാൻ പുടിൻ തയ്യാറാവുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വത്തിക്കാൻ ഈ തരത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്കായി രംഗത്ത് വന്നിട്ടുള്ളത്. എസ് കെ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. താങ്ക് യു. ഇനി നമുക്ക് നാളെ കാണാം. തീർച്ചയായിട്ടും.